എല്ലാവർക്കും KN ഓർഗാനിക്കിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ബന്ധു കൂടിയായ രഞ്ജുവിൻ്റെ വീട്ടിലാണ്. ദളവാപുരത്ത് രഞ്ജുവിൻ്റെ വീട്ടിലാണ്. ഞാനിവിടെ ഒരു മാവിന് വളം ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് മാവ് ഒന്ന് പൂക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് വളം ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കാം. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാവ് പൂക്കുന്നതിന് 1 മാസം അല്ലെങ്കിൽ 2 മാസം മുന്നെയാണ് ചെയ്യേണ്ടത്. എന്നിരുന്നാൽ തന്നെ നമ്മൾ 1 മാസം മുന്നേ വരെ ചെയ്ത മാവിന് തന്നെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ പൂത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അവസാനം ചെയ്ത 2 മാവിന് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതിന് മുന്നേ ഉള്ളതിന് കിട്ടിയിട്ടുണ്ട്. എന്നാലും 1 മാസം മുന്നേ വരെ ഉള്ളതിനും കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിനും കൂടെ ഒന്ന് നമുക്ക് പരീക്ഷിച്ച് നോക്കാനായിട്ട് ഈ പ്രാവശ്യം തന്നെ ഒന്ന് പൂക്കുമോ എന്നുള്ളത് ഒന്ന് ശ്രമിച്ച് നോക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ വളം കൊടുക്കുന്നതിൻ്റെ വീഡിയോകളൊക്കെ നമുക്ക് കാണാം. അതായത് നമ്മൾ ഈ ഭൂമി പവർ നമ്മൾ അടിസ്ഥാനമായിട്ട് എല്ലാത്തിനും കൊടുക്കുന്ന ഭൂമി പവർ നമ്മൾ ഇതിന് ഒരു 200 ഗ്രാം നമ്മൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് കാണാം ഈ 4 കുഴികളിലായിട്ട് നമ്മൾ 200 ഗ്രാം ഭൂമി പവർ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പ്രീമിയം ഇത് നമ്മൾ ഒരു 25 ml ഇത് നമ്മൾ ഇതിനകത്ത് കലക്കി ഒഴിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഈ നൈട്രോ കിങ് നമ്മൾ ഒരു 50 ml അതുപോലെ നമ്മൾ ബ്ലൂം ഒരു 50 ml അതോടൊപ്പം ഈ സ്പ്രെഡോൾ ഒരു 10 ml കൂടെയാണ് നമ്മൾ ഒരു 8 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഈ 4 കുഴികളിലായിട്ട് പകുതി ഒഴിച്ചതിന് ശേഷം ബാക്കി ചൂട്ടിലായിട്ട് ഒഴിക്കും. അതുകൂടാതെ നമ്മൾ ഇതിന് സ്പ്രേയും കൂടി നൽകുന്നുണ്ട്. സ്പ്രേയും കൂടി നൽകാൻ പറ്റുന്ന ചെറിയ മാവുകളാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ല റിസൾട്ട് കിട്ടാൻ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനൊരു സ്പ്രേയും കൂടി നൽകുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മളിതിന് 1 മാസം കഴിഞ്ഞ് നമ്മൾ ഒന്നും കൂടി ഇതിന് വളപ്രയോഗം ചെയ്യുന്നതായിരിക്കും. പൂക്കൾ വന്നു കഴിഞ്ഞിട്ട് അത് പൂവൊന്ന് പൊഴിഞ്ഞു പോകാതെ തന്നെ എല്ലാം കായ്കളായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 1 മാസം കഴിഞ്ഞ് ഒന്നും കൂടി നമ്മളിതിനെ വളം ചെയ്യുന്നതായിരിക്കും. എന്തായാലും നമ്മൾ ആദ്യത്തെ ട്രിപ്പിലെ വളം നമ്മളിപ്പോൾ നൽകുകയാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് പിന്നീട് കാണാം. എല്ലാവർക്കും ബൈ.